ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ ഈ വാഴയും കപ്പയൊക്കെ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അല്ല, നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ഇന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹോം ടൂറാണ്. ആക്ച്വലി എന്നോടാരും ഹോം ടൂർ കാണിക്കണം എന്ന് റെക്കമെൻഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം ഭയങ്കര ഒരു കൗതുകമാണ് നമ്മുടെ വീട്. കാരണം പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ചെറിയ വീടാണ്, പക്ഷെ അകത്ത് ഒരുപാട് സ്ഥലമുള്ള ഒരു വലിയ വീടാണ് നമ്മുടേത്. അപ്പോൾ നമുക്ക് ആദ്യം വീടിന് വെളിയിലെ വിശേഷങ്ങൾ കണ്ടാലോ, എന്നിട്ട് നമുക്ക് വീടിനുള്ളിലെ വിശേഷങ്ങൾ കാണാം. ആദ്യം വീടിന് വെളിയിൽ നമ്മൾ മെയിൻ അട്രാക്റ്റ് ചെയ്യുന്നത് 2 വലിയ പുളിമരമാണ്. പുളിയൊക്കെ കായ്ച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു വലിയ മാവുണ്ട്. പിന്നെ കുറച്ച് കപ്പ കൃഷിയുണ്ട്, ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ നട്ടിട്ട്. പിന്നെ കുറച്ച് വാഴ കൃഷിയുണ്ട്. അങ്ങനെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പെട്ടെന്നെല്ലാം കിളിക്കും. ഈ വാഴയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കൊലയൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇതാ ഇവിടെ കറങ്ങി അടിച്ച് നടക്കുന്നൊരു പട്ടിയാണിത്. ഇതൊരു പാവം പട്ടിയാണ്. നമുക്ക് യാതൊരു ശല്യത്തിനും പുള്ളി വരാറില്ല. പിന്നെ ഒരു കിണറുണ്ട്. ഈ കിണർ അങ്ങനെ ഉപയോഗിക്കാറില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ വലയിട്ട് കെട്ടി വെച്ചേക്കുന്നതാണ്. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കാറില്ല. 2 ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട്. അപ്പം ഞങ്ങൾ കരുതി എന്നാൽ ജസ്റ്റ് ഒരു ഹോം ടൂർ അങ്ങ് എടുത്തേക്കാന്ന്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. പെട്ടെന്നാണ് ഇവിടുത്തെ പുല്ലൊക്കെ കിളിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പെട്ടെന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് വാഴയുണ്ട്, കുറച്ച് തെങ്ങുണ്ട്, പിന്നെ കുറച്ച് കൊഞ്ചുപുള്ളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം നല്ലതായിട്ട് ക്ലീനായിട്ട് കിടക്കണം, അല്ലെങ്കിൽ നല്ല കാടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ താവരലുണ്ട്, ആട്ടുകല്ലുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാറില്ല, കുറേ നാളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇതുണ്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറിയാലോ. വീടിനകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഹോളാണ്. ഈ ഹോളിലാണ് നമ്മളൊരു ജസ്റ്റ് ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മളിത് റെൻറ്റിന് എടുത്തേക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊന്നും ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് മാറും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ നമ്മളൊരു കട്ടിലാണ് അവിടെ എടുത്തിട്ടത്. പിന്നെ ഒരു TV ഏരിയ ഉണ്ട്. പിന്നെ കുറച്ചൊരു ഷോക്കേസ് ഐറ്റംസൊക്കെ കുറച്ച് വെച്ചിട്ടുള്ളൂ. എല്ലാം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടില്ല. ഇത് നമ്മുടെ ചാരുകസേരയാണ്. ഏകദേശം 100 വർഷമൊക്കെ പഴക്കമുള്ള ഒരു ചാരുകസേര നമ്മളിപ്പം റെഡിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. ഹോളിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഒരു അലമാര വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ആർട്ട് വർക്കാണ്. ഈ ഹോളിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 റൂം വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ റൂം നമുക്ക് കണ്ടാലോ. ഇതാണ് ആദ്യത്തെ റൂം. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമ്മളിവിടെ ഒരു വലിയ ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ്, പിന്നെ ഒരു അലമാര, പിന്നെ പഴയ കാലത്തെ ഒരു ഭിത്തിയോട് ചേർന്നിരിക്കുന്ന ഒരു അലമാരയും കൂടിയുണ്ട്. അവിടെ നമ്മുടെ കുറച്ച് സാധനമൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസൊക്കെയാണ്. അങ്ങനെ ചെറിയ റൂമൊന്നുമല്ല. നമ്മൾ ഈ റൂമിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയാണ് ഈ റൂമിന് വരുന്നത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് റൂം കണ്ടാലോ. ഈ റൂം നമ്മൾ ആക്ച്വലി ഭയങ്കര മെസ്സായിട്ടേക്കുന്നത്. കാരണം നമ്മളിതൊരു എന്താണ് സ്റ്റോറേജൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതിനെ വലുതായിട്ട് കാണിക്കത്തില്ല. നേരത്തെ കണ്ടതുപോലെ ഒരു അലമാര ഇവിടെ ഉണ്ട്, ഒരു സ്റ്റാൻഡുണ്ട്, പിന്നെ ഭിത്തിയോട് ചേർന്നിട്ടുള്ള ഒരു അലമാരയുണ്ട്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. പിന്നെ നമ്മൾ ഹോളിൽ നിന്ന് നേരെ കയറി വരുന്നത് ഈ പാസേജിലോട്ടാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ഓണേഴ്സിൻ്റെ ആണ്. നമുക്ക് തുറന്നു തന്നിട്ടില്ല, അവരുടെ സാധനങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ തേർഡ് റൂം വരുന്നത്. ഇവിടെ നമ്മൾ 2 കട്ടിലിട്ടിട്ടുണ്ട്. ഓൾറെഡി ഒരു അലമാര അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വലിയൊരു കണ്ണാടിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഭിത്തിയോട് ചേർന്നുള്ള അലമാരയുണ്ട്. ഇതൊരു വലിയ റൂമാണ്. ഇതിനൊരു ബാത്റൂം ഉണ്ട്. പക്ഷേ ഈ ബാത്റൂം തന്നെയാണ് നമ്മുടെ കോമൺ ബാത്റൂം. കാരണം നമുക്ക് ആ റൂമിൽ നിന്നും ആ ബാത്റൂമിലേക്ക് കയറാം, നമുക്ക് ഈ ഹോളിൽ നിന്നും ആ ബാത്റൂമിലേക്ക് കയറാം. 2 ഇടത്തുനിന്നും നമ്മൾ കതവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ഇടത്തുനിന്നും കയറാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വലിയ ഡൈനിങ് ഏരിയ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ കിച്ചണാണ്. കിച്ചണൊക്കെ പഴയകാല കിച്ചണാണ്. അതുകൊണ്ട് അത്ര നല്ല ക്ലീൻ ആയിട്ടൊന്നും അല്ല, കുറച്ച് മെസ്സായിട്ടൊക്കെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചണിലൊരു ചെറിയൊരു അലമാര പോലെ ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേളിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനൊരു വർക്ക് ഏരിയ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സ്പേസ്. വെളിയിലോട്ട് ജസ്റ്റ് ഇവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. നമ്മളങ്ങനെയൊന്നും വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഏരിയ. ഇത് കൂടാതെ ഈ വീടിന് ഒരു റൂമും ഒരു കിച്ചണും ഒരു ഹോളും അടങ്ങിയ ഒരു ഏരിയയും കൂടി ഉണ്ട്. നമ്മുടെ ഓണേഴ്സിൻ്റെ ഏരിയയാണ്. അത് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.